ആദ്യം നമുക്ക് എന്താ ബഗ് ബൗണ്ടി നോക്കാം. സോ ബഗ് ബൗണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ, ലിങ്ക്ഡിൻ ഇങ്ങനത്തെ കമ്പനികളുടെ വെബ്സൈറ്റിലോ ആപ്പുകളിലോ നമുക്ക് സുരക്ഷാ വീഴ്ചകൾ ലൈക്ക് വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റിയ അത് നമുക്ക് ലീഗലായിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് റിവാർഡ് എന്ന പോലെ ഒരു എമൗണ്ട് തരും. ലൈക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു റിമോട്ട് കോഡ് എക്സിക്യൂഷൻ ലെവലിലുള്ള ഒരു ബഗ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം തൊട്ട് ഒരു 20 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് അതിൽ നിന്ന് നേടാൻ പറ്റും. ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ HackerOne വെബ്സൈറ്റാണ്. അതിൽ കോസ്മോസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഒരാൾ സബ്മിറ്റ് ചെയ്ത ബഗ്ഗാണിത്. ഒരു ഹൈ സിവിയറിറ്റി ബഗ്ഗാണ്. അതിന് അയാൾക്ക് കിട്ടിയത് $15,000 എന്ന് വെച്ചാൽ ഒരു 13 ലക്ഷത്തോളം രൂപ. എന്താ ബഗ് ബൗണ്ടി എന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ലോങ് ടൈമിൽ ബഗ് ഹണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. സോ ഇത് മലയാളം ബഗ് ബൗണ്ടി വീഡിയോസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട്, സോഡിയാക്ക്. അതിൽ ഞാൻ ബഗ് ബൗണ്ടി, റിവേഴ്സ് എഞ്ചിനീയറിംഗ് കണ്ടൻറ്റൊക്കെ ഒരു 2 വർഷമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഹോം പേജിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അതിൽ ഇംഗ്ലീഷിലാണ് കണ്ടൻറ്റ് ചെയ്യുന്നത്. സോ ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മിത്ത് മാറ്റിത്തരാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഹാക്ക് ചെയ്യുമ്പോൾ, ലൈക്ക് ബഗ് ബൗണ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ OS ഏതാണെന്നുള്ളത് ഒരു മാറ്ററല്ല. ലൈക്ക് ഇപ്പോൾ എല്ലാവരും കാളി ലിനക്സ് വീഡിയോസിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും തോന്നും ലൈക്ക് കാളി ലിനക്സ് ഉണ്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കാളി ലിനക്സിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ ടൂൾസ് വരും. ഒരു 1000 ടൂൾസ് ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു 4-5 എണ്ണം യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു OSൽ അങ്ങനെ ഒരു സ്പെഷ്യൽ OSൻ്റെ ആവശ്യമില്ല. ലൈക്ക് നമുക്കിപ്പോൾ ബർപ്പ് സ്യൂട്ട് പെൻ ടെസ്റ്റിന് യൂസ് ചെയ്യാം. അത് വിൻഡോസിലും ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം നോർമലായിട്ട്. ഇനിയിപ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് ലിനക്സ് കമാൻഡ്സ് ട്രൈ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ WS ഇട്ടാൽ മതി വിൻഡോസിൽ. സോ OS ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കാളി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിർച്വൽ മെഷീനിലോ ട്രൈ ചെയ്യുക. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ രണ്ടാമത്തെ ഒരു മിത്താണ് നിങ്ങളുടെ എൻമാപ്പ് സ്കാന്, നിക്തോ സ്കാന് ന്യൂക്ലിയർ ഡിഫാൾട്ട് ടെംപ്ലേറ്റ് റൺ ചെയ്യുന്നത്. അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഒരു ബഗ്ഗും കിട്ടില്ല. ചുമ്മാ റൺ ചെയ്തുകൊണ്ടിരിക്കാനേ ഉള്ളൂ. അതൊക്കെ CTF വർക്കാവും, പക്ഷേ ബഗ് ബൗണ്ടി ബേസിസ് വർക്കാവില്ല. സോ നമ്മുടെ ഈ ബഗ് ബൗണ്ടി സീരീസിൽ നമ്മൾ ലോ ഹാങ്ങിങ് ഫ്രൂട്ടുകളുടെ പുറകെയല്ല. ലൈക്ക് ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സാധാരണ സ്കാനൊക്കെ ചെയ്ത് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ കിട്ടുന്ന ബഗ്ഗുകൾ, അതിൻ്റെ പുറകെയല്ല. അതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 1000-ൽ ഒരാൾക്കൊക്കെ കിട്ടിയാൽ കിട്ടി. അത് എന്തായാലും നിങ്ങളാവില്ല. സോ നമ്മൾ കുറച്ചും കൂടെ സ്കിൽസ് വളർത്തി കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറയും. അപ്പോൾ നിങ്ങൾക്ക് ബഗ് കിട്ടാനുള്ള സാധ്യത കൂടും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം ബേസിക്സ്, വെബ് ബേസിക്സ്, പിന്നെ നമ്മുടെ ടൂള് ബർപ്പ് സ്യൂട്ട്, പിന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ലൈക്ക് കൈഡോ, സാപ്രോക്സി, അതൊക്കെ, പിന്നെ ഗെറ്റ് പോസ്റ്റ് റിക്വസ്റ്റുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ലെവലിൽ അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക്സ് ഒക്കെ അറിയാമെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് ഇട്ടേക്കാം, ഇത് കഴിഞ്ഞിട്ടുള്ളത് തൊട്ട് കണ്ടോ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെത്തേഡ്, പിന്നെ യൂണിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് എവിടെ നിന്നാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ബഗ് ബൗണ്ടിയുടെ ചാൻസസ് കൂടാൻ. ആദ്യം നമുക്ക് ബേസിക്സിൽ നിന്ന് തുടങ്ങാം. സോ നമ്മൾ യൂട്യൂബിൻ്റെ ഹോം പേജിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഫ്രം എ യൂസർ പെർസ്പെക്റ്റീവ് ആ ഗ്രീൻ ബ്ലോക്കാണ് നമ്മൾ അയക്കുന്ന ആ സെർച്ച് റിക്വസ്റ്റ്. അത് ഫ്രണ്ട് എൻഡ്, അതായത് ഹോം പേജിൽ നിന്ന് ബാക്ക് എൻഡ് ആയിട്ടുള്ള യൂട്യൂബിൻ്റെ സെർവറിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് തിരിച്ച് കറക്റ്റ് നമ്മളെന്ന യൂസറിലോട്ട് വരും. ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും യൂസ് ചെയ്യുന്നത് HTTP പ്രോട്ടോക്കോളാണ്. ഈ HTTP പ്രോട്ടോക്കോളിൽ പലതരം മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം പേജ് യൂട്യൂബിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട്, നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോകുന്നത്. അതായത് ഒരു പേജ് ഫെച്ച് ചെയ്യാനും ഒരു ലോഗിൻ ചെയ്യാനും വേറെ വേറെ റിക്വസ്റ്റുകളാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ട്രാഫിക് ക്യാപ്ചർ ചെയ്യുവാണ്. കണ്ടില്ല, ഒരു ഗെറ്റ് റിക്വസ്റ്റ് ടു റൂട്ട്, ആ സ്ലാഷിലോട്ടാണ് hostyoutube.com. അത് ഞാൻ റിപ്പീറ്ററിലോട്ട് സെൻഡ് ചെയ്യാം. റിപ്പീറ്ററിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതേ റിക്വസ്റ്റ് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തി സെൻഡ് ചെയ്യാം. അതിനെപ്പറ്റി നമുക്ക് ബർപ്പ് സ്യൂട്ട് സെക്ഷനിൽ പറയാം ഇത് കഴിഞ്ഞിട്ട്. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയക്കുമ്പോഴത്തേനും
ഇങ്ങനൊരു റെസ്പോൺസ് ആയിരുന്നു വരുന്നത്. ഒരു 200 ഓക്കെ സ്റ്റാറ്റസ് കോഡ് വെച്ച്. പലതരം സ്റ്റാറ്റസ് കോഡുകളുണ്ട്. സ്റ്റാറ്റസ് കോഡാണ് നമ്മൾ അയച്ച റിക്വസ്റ്റ് എങ്ങനെയാണ് ആ സെർവർ കണ്ടേക്കുന്നതെന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ ഇല്ലാത്തൊരു പേജിലോട്ട് നമ്മൾ റിക്വസ്റ്റ് അയച്ചാൽ ഒരു 404 സ്റ്റാറ്റസ് കോഡുകൾ കിട്ടും. നമ്മൾ ഒരു വെബ് പേജ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് എൻഡിലെ പരിപാടി നടക്കുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പേജില്ലേ, ഇത് വരുന്നത് അങ്ങനെ കുറേ കോഡായിട്ടാണ്. അങ്ങോട്ടൊരു റിക്വസ്റ്റ് സെർവറിലോട്ട് അയക്കുമ്പോൾ ഒരു കോഡായിട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് വരുന്നത്. ആ കോഡ് നമ്മുടെ ബ്രൗസർ ഇങ്ങനെ റെൻഡർ ചെയ്ത് കാണിക്കും. അതുപോലെ പലതരം മെത്തേഡുണ്ട്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഒക്കെ നമുക്ക് ഈ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഇനി സ്റ്റാറ്റസ് കോഡുകളെ പറ്റി പറയാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ, അതായത് യൂട്യൂബിൻ്റെ ഹോം പേജ് കാണാൻ റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന സ്റ്റാറ്റസ് കോഡ് 200 ആണ്. അതുപോലെ ഇപ്പോൾ ഞാൻ സ്റ്റാർബക്സിലോട്ട് അവിടെ ഇല്ലാത്ത ഒരു പേജ്, അതായത് XYZ എന്ന് പറഞ്ഞൊരു പേജിലോട്ട് ഞാൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ അത് സെർവറിൽ പോയി നോക്കിയിട്ട് അങ്ങനെ ഒരു പേജ് ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് റെസ്പോൺസ് തരും. അതാണ് 404 റെസ്പോൺസ്. ഇപ്പം ഞാൻ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട വളരെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി സ്റ്റാറ്റസ് കോഡും റെസ്പോൺസും ഫ്രണ്ട് എൻഡിൽ എന്താ ഉപയോഗിക്കുന്നതെന്നൊക്കെ അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ പലതരം സ്റ്റാറ്റസ് കോഡുകളുണ്ട്. ഇപ്പോൾ 301 അങ്ങനെ ഉള്ള ഒരു പേജ്, ഇപ്പോൾ ഒരു അഡ്മിൻ പേജ് വേറെ ലൊക്കേഷനിലോട്ട് മാറ്റിയെങ്കിൽ നമുക്കതൊരു 301 ഒക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ഈ സീരീസ് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഓരോ ലൈവ് ടാർഗറ്റ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലൈവായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് തന്നെ കാണാം. ഇനി പോസ്റ്റ് റിക്വസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ലോഗിൻ പേജ്, ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് എൻ്റർ കൊടുക്കുമ്പോൾ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോകുന്നത്. അതായത് ഒരു പേജ് ഗെറ്റ് ചെയ്യുവല്ല, അങ്ങോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലോട്ട് കിടക്കാം, ബർബ് സ്യൂട്ട്. നമ്മൾ ബഗ് ബൗണ്ടിയിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടൂളാണ് ബർബ് സ്യൂട്ട്. സോ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ടാർഗറ്റ് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന റിക്വസ്റ്റും റെസ്പോൺസും എന്താണെന്ന് കാണാൻ പറ്റും. നമുക്കതിൽ വ്യത്യാസങ്ങൾ വരുത്തി, ലൈക്ക് ഇപ്പോൾ ഒരു ഗെറ്റ് റിക്വസ്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് അയച്ചിട്ട് അതിന് എന്ത് റെസ്പോൺസാണ് ആ സെർവർ തിരിച്ചു തരുന്നതെന്ന് നോക്കാം. അങ്ങനെ അതിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ബ്രൗസറിൻ്റെയും പുറത്തുള്ള ഇൻ്റർനെറ്റിൻ്റെ ഇടയിൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഈ ബ്രൗസറിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന റിക്വസ്റ്റ് ഇതിലൂടെ കടന്നാണ് പുറത്തോട്ട് പോകുന്നത്. പിന്നെ തിരിച്ച് ആ സെർവറിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസ് ഇതിലൂടെ കടന്നാണ് നമ്മുടെ ബ്രൗസറിലോട്ട് വരുന്നത്. ഒരു മിഡിൽ മാൻ്റെ വർക്കാണ് ചെയ്യുന്നത്. സോ ഇനി എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. പോർട്സുഗറിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ബർബ് സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷൻ ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫയലിൽ ഇൻസ്റ്റാൾ ആവും. സോ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ എഡിഷനും കൂടെ ഉണ്ട്, പക്ഷേ അതിന് നമ്മൾ പൈസ കൊടുക്കണം. സോ കമ്മ്യൂണിറ്റി എഡിഷൻ മതി. ബർബ് സ്യൂട്ട് യൂസ് ചെയ്യുന്നതിന് രണ്ട് രീതിയുണ്ട്. ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ളൊരു ബ്രൗസറുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിലെ ട്രാഫിക്ക് ഈ ഫോക്സി പ്രോക്സി പോലൊരു ടൂൾ വെച്ച് അതിലോട്ട് റൗട്ട് ചെയ്ത് വിടുക, പോർട്ട് 8080. അതിലിപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ആ ബർബ് സ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ബ്രൗസറിൻ്റെ സർട്ടിഫിക്കറ്റ് സെക്ഷനിൽ ഇമ്പോർട്ട് ചെയ്യണം. സോ അത്രയും പണിയെടുക്കേണ്ട കാര്യമില്ല. ലൈക്ക് ഓൾറെഡി ബിൽട്ടിൻ ആയിട്ടൊരു ബ്രൗസറുണ്ട്, നമുക്കിപ്പോൾ അത് നോക്കാം. ആദ്യം ബർബ് സ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് പ്രോക്സി സെക്ഷനിൽ പോകണം. അവിടെ ഇൻ്റർസെപ്റ്റിൽ ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ആവും. അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ബ്രൗസറാണ്. അവിടെ നമ്മുടെ ടാർഗറ്റ് വെബ്സൈറ്റ് ഇട്ട് അതിൽ ലോഗിൻ ചെയ്യുക, പലതരം ഫങ്ഷണാലിറ്റീസ് നോക്കുക. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റും റെസ്പോൺസും എന്തൊക്കെയാണെന്ന് നമുക്ക് ബർബ് സ്യൂട്ടിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഓരോരോ ഓപ്ഷൻ വെച്ച് നോക്കാം. അവിടെ ഇൻ്റർസെപ്റ്റ് ഓഫ് എന്ന് എഴുതിയത് ഞാൻ ഓൺ ആക്കിയിട്ട് പേജ് റീലോഡ് ചെയ്യാം. സോ അപ്പോൾ അവിടെ വരുന്ന റിക്വസ്റ്റും, അതായത് ആ ബ്രൗസറിൽ നിന്ന് പോകുന്ന റിക്വസ്റ്റ് എല്ലാം നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്താം. എന്നിട്ട് നമുക്കത് വായിച്ച് നോക്കി അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തി സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി ടാർഗറ്റ് സെക്ഷനിൽ സൈറ്റ് മാപ്പ് നോക്കുക. അവിടെ നമ്മൾ പോയ എല്ലാ സൈറ്റുകളുടെയും URL കാണാം. അതിൽ ഏതെങ്കിലും ഒരു URL റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ടു സ്കോപ്പ് അടിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ആ URLലുള്ള ട്രാഫിക്ക് മാത്രമേ പിന്നെ ഈ ബർബ് സ്യൂട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോരോ ഓപ്ഷൻ വെച്ച് നോക്കാം. ആദ്യത്തെ നമ്മുടെ സെക്ഷനിൽ കാണിച്ച റിപ്പീറ്റർ, കൊളാബറേറ്റർ ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഇൻ്റർസെപ്റ്റ് ഓണാക്കി ആ പേജ് റീലോഡ് ചെയ്യുവാണ്. ഓരോരോ ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റും എല്ലാം കാണാം. അതിൽ ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു റിപ്പീറ്റർ. അപ്പോൾ റിപ്പീറ്ററിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരേ റിക്വസ്റ്റ് പിന്നെയും സെൻഡ് ചെയ്ത് അതിൽ എന്ത് റെസ്പോൺസ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അതൊരു API പാത്തിലോട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. സോ ആ റിക്വസ്റ്റ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ആക്കി അയച്ചു നോക്കാം. അങ്ങനെ പോസ്റ്റ് അങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് അല്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ വേണം. പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് അയച്ചു നോക്കി അതിൽ വ്യത്യാസങ്ങളുണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ആൾട്ടർ ചെയ്യാം, കുക്കി മാറ്റാം. ഓക്കെ, ഇനി അടുത്താണ് കൊളാബറേറ്റർ.
സോ ഇത് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി അറ്റാക്കുകൾക്കാണ്. അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു SRF ഹണ്ടിങ് ഒരു സ്പെഷ്യൽ മെത്തേഡും കൂടി ഇട്ട ഒരു വീഡിയോ മറ്റേ ചാനലിൽ കിടപ്പുണ്ട് ഹോം പേജിൽ. സോ ഡീറ്റെയിൽഡ് അറിയേണ്ടവർ അത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ബഗ് ബൗണ്ടി സീരീസിൽ വരുന്ന വീഡിയോസിൽ അത് നമ്മൾ ചെയ്യാം. SSRFൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. ഇനി അടുത്താണ് ഡീകോഡർ. സോ ഇത് ഇൻബിൽട്ട് ആയിട്ട് ബർഫ് സ്യൂട്ട് വരുന്നൊരു ഡീകോഡറാണ്. ഒരു ബേസ് 64 ആയിട്ടുള്ളൊരു വേർഡ് ഞാനെടുത്ത് ഡീകോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓൺലൈനായിട്ട് ഞാനൊരു മല്ലു ഹാക്കർ എന്നുള്ള പേര് എൻകോഡ് ചെയ്തിട്ട് ഇനി ആ എൻകോഡർ ആയിട്ടുള്ള സ്ട്രിങ് നമ്മൾ ഡീകോഡറിൽ പേസ്റ്റ് ചെയ്ത് ഡീകോഡ് ടു ബേസ് 64 എന്നടിക്കുക. സോ നമുക്കത് മല്ലു ഹാക്കറിന് തിരിച്ചു കിട്ടി. അതാണ് ഇതിൻ്റെ യൂസ്. ബിൽട്ടിൻ ആയിട്ടൊരു ഡീകോഡർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി കമ്പയറർ വളരെ യൂസ്ഫുൾ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗെറ്റ് റിക്വസ്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് ആക്കി അയച്ചു നോക്കുക. അങ്ങനെ നമുക്ക് ചേഞ്ചസ് കാണാമെന്ന്. സോ നമ്മളൊരു റിക്വസ്റ്റിലോ റെസ്പോൺസിലോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു കമ്പയർ ഇടുക. അങ്ങനെ 2 റിക്വസ്റ്റ് സെൻഡ് ടു കമ്പയർ ഇട്ടിട്ട് ആ റിക്വസ്റ്റുകൾ ചൂസ് ചെയ്തിട്ട് കമ്പയർ വേർഡ്സ് ഓർ ബൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ താഴെ കിടപ്പുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് വേർഡ്സ് ആണോ അതോ ബൈറ്റ്സ് ആണോ കമ്പയർ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ വേർഡ്സ് ചൂസ് ചെയ്യാം. സോ ആ 2 റിക്വസ്റ്റുകളിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് നമുക്കിങ്ങനെ കാണാം. സോ ഇതേ കാര്യങ്ങൾ നമുക്ക് റെസ്പോൺസിലും ചെയ്യാം. എക്സാമ്പിൾ ഇപ്പം നമ്മൾ 2 തരം റിക്വസ്റ്റ് അയച്ചിട്ട് അതിന് വരുന്ന റെസ്പോൺസ് ഏറെക്കുറെ ഒരുപോലെ തന്നെ ഇരിക്കുന്നെങ്കിൽ കമ്പയറിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് അതിൽ എന്തൊക്കെ വ്യത്യാസം വന്നേക്കുന്നത്, അതെന്ത് മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമാണേലും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ റിക്വസ്റ്റ് ഞാൻ പോസ്റ്റ് ആക്കിയിട്ട് പിന്നെയും ഒരു റെസ്പോൺസ് വന്നു. അപ്പോൾ ഗെറ്റിൻ്റെയും പോസ്റ്റിൻ്റെയും റെസ്പോൺസുകൾ ഞാൻ കമ്പയറിലോട്ട് ഇട്ടു. എന്നിട്ട് അത് രണ്ടും സെലക്ട് ചെയ്തിട്ട് കമ്പയർ വേർഡ്സ് ചെയ്തു. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ സെക്ഷൻ നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്രോം ബ്രൗസറിൽ നമ്മൾ ആഡ് ബ്ലോക്ക് ചെയ്യാൻ എക്സ്റ്റൻഷൻ എടുത്തില്ലേ, അതുപോലെ ഇതിലും പെൻ ടെസ്റ്റ് ചെയ്യാനുള്ള പലതരം എക്സ്റ്റൻഷൻസ് ഉണ്ട്. നമ്മുടെ യൂസ് അനുസരിച്ച്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവർ അനുസരിച്ച് നമുക്കത് ഓരോന്നോരോന്ന് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ആ മീഡിയം കിടക്കുന്ന ടോപ്പിലെ ലൈൻ ഹൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റത്തിന് ലാഗ് ഉണ്ടാവും. സോ അടുത്താണ് ഇൻട്രൂഡറിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലോഗിൻ പേജ് ഒക്കെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനാണ്. ലൈക്ക് പാസ്വേഡ് സെക്ഷൻ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കുറേ പാസ്വേഡ് ലിസ്റ്റ് ഇട്ട് കൊടുത്ത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. അത് നമുക്കിനി ഈ സീരീസിലെ അടുത്ത വരുന്ന വീഡിയോസിൽ ലൈവായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത് ഇൻട്രൂഡർ വെച്ച്. സോ നമുക്ക് ഡിഫോൾട്ട് സ്ക്രിപ്റ്റ്സ് ഒന്നും എഴുതാതെ തന്നെ ഇൻട്രൂഡറിൻ്റെ സഹായത്തോടെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം, അൾട്ടർനേറ്റീവ്സ് ഓഫ് ബർപ്പ് സ്യൂട്ട്. സോ ഇതാണ് ബർപ്പ് സ്യൂട്ടിൻ്റെ ഒരു അൾട്ടർനേറ്റീവ്, കൈഡോ. ഞാൻ ബർപ്പ് സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷൻ യൂസ് ചെയ്തിട്ട് കൈഡോ യൂസ് ചെയ്തപ്പോൾ കൈഡോ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. വളരെ സിമ്പിളാണ്. ലൈക്ക് അതിൻ്റെ അകത്തെ റിപ്പീറ്റർ പോലെയാണ് ഇതിൻ്റെ അകത്തെ റീപ്ലേ. പിന്നെ നമുക്കതിൻ്റെ അകത്ത് HTTP ഹിസ്റ്ററി കാണാമായിരുന്നു, അതുപോലെ തന്നെ ഇതിനും കാണാം. യൂസ് ചെയ്യാൻ ഏറെക്കുറെ സെയിം തന്നെയാണ്. കമ്മ്യൂണിറ്റി എഡിഷനിൽ ഇൻട്രോഡറി ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ വളരെ ഇച്ചിരി കൂടെ സ്ലോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബട്ട് കൈഡോ ഇച്ചിരി കൂടെ ബെറ്റർ ആണ്. ഇനി അടുത്താണ് സാപ്പ് പ്രോക്സി. സാപ്പ് പ്രോക്സിയിൽ ഒരു സ്പെഷ്യൽ ഓപ്ഷൻ ഉണ്ട്, ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സാപ്പ് പ്രോക്സിയിൽ ഓട്ടോമേറ്റഡ് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് നമ്മുടെ ടാർഗറ്റ് URL ഇട്ട് കൊടുത്താൽ മതി, അത് തന്നെ വൾനറബിലിറ്റീസ് സ്കാൻ ചെയ്യും. പിന്നെ മാനുവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഡിഫാൾട്ട് ബ്രൗസറിൽ നമ്മൾ സ്കാനിങ് ഓപ്പൺ ആക്കിയിട്ടിട്ട് നമുക്ക് തന്നെ ഓരോരോ ഫങ്ഷനാലിറ്റി പോകുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഏരിയയിൽ വലിയ വൾനറബിലിറ്റി ഉണ്ടോ സ്കാൻ ചെയ്യും. സോ ഈ കൈഡോയും സാപ്പും സെപ്പറേറ്റ് വീഡിയോയ്ക്കുള്ളൊരു കണ്ടന്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. ഇനിയാണ് നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ സെക്ഷനിലോട്ട് കിടക്കുന്നത്, മെത്തേഡ് ടു ബഗ് ഹണ്ട്. എന്ത് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? സോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ സ്കാനറുകൾ ഇട്ട് റൺ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ശരിക്കും ബഗ് ഹണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വൾനറബിലിറ്റി ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ഒവാസ്പിൻ്റെ ടോപ്പ് 10 വൾനറബിലിറ്റി ലിസ്റ്റാണ്. ഇത് എല്ലാ വർഷവും ചേഞ്ച് ആവും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്ന ഒരു വൾനറബിലിറ്റി യൂസ് ചെയ്യുക. നമുക്ക് പോർട്ട്സ്യൂഗറിൻ്റെ ഓൾ ലാബ് സെക്ഷൻ നോക്കാം. ഇതിൽ എല്ലാ വൾനറബിലിറ്റിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലാബ്സ് ഉണ്ട്, ലൈക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വൾനറബിലിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൽ ഡെപ്തിൽ പഠിക്കുക.
ലൈക്ക് ഇതിലുള്ള എല്ലാ ലാബ്സും ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വായിക്കാൻ കിട്ടുമോ അതെല്ലാം അതിനെപ്പറ്റി വായിക്കുക. ചുമ്മാ SQL ഇഞ്ചക്ഷൻ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ പേലോഡ് എവറിത്തിങ് ഉണ്ട്. പിന്നെ പോർട്ട്സുഗറിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. SQL ഇഞ്ചക്ഷൻ പോർട്ട്സുഗർ എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ അവരുടെ ഒരു ബ്ലോഗ് പോസ്റ്റ് കിട്ടും. ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് SQL ഇഞ്ചക്ഷൻ, എവിടേക്കാണ് വർക്ക് ആവുന്നതെന്നൊക്കെ കാണാം. സോ SQL ഇഞ്ചക്ഷൻ എവിടെയാണ് മെയിനായിട്ടും ലോഗിൻ ഫോമിലാണ് യൂസ് ആവുന്നത്. ലൈക്ക് ഇപ്പോൾ നമുക്ക് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യാം, അഡ്മിൻ്റെ പാസ്വേഡ് അറിയത്തില്ലെങ്കിലും. അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വെബ്സൈറ്റിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലും കൂടുതൽ ഡേറ്റ നമുക്ക് SQL ക്വറി വെച്ചെടുക്കാം. സോ അങ്ങനെ SQL ഇഞ്ചക്ഷൻ എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇപ്പോൾ SQL ഇഞ്ചക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ഓരോ വെബ്സൈറ്റുകൾ ബിൽഡ് ആയേക്കുന്നതെന്നെല്ലാം പഠിക്കുക. സോ അതിന് നല്ലൊരു സെക്ഷൻ SQL ഇഞ്ചക്ഷൻ പേലോഡ് എവറിത്തിങ് എന്ന് സെർച്ച് ചെയ്യുക. പേലോഡ് എവറിത്തിങ്ങിൽ SQL ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്ന കുറേ പേലോഡുകളും കുറേ അധികം ലാബുകളും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗുകളെല്ലാം അതിൽ അവൈലബിൾ ആണ്. പിന്നെ SQL ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് ബൗണ്ടി കിട്ടിയവരുടെ ബ്ലോഗുകളൊക്കെ അവൈലബിൾ ആണ്. ചുമ്മാ SQL ബഗ് ബൗണ്ടി ബ്ലോഗ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്ന വൾനറബിലിറ്റീനെ പറ്റി വളരെ ഡെപ്തിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പുതിയ മെത്തേഡ് വെച്ച് നമുക്ക് അത് ഹണ്ട് ചെയ്യാൻ പറ്റുന്നതെന്നെല്ലാം മനസ്സിലാവും. ഇപ്പോൾ ഞാൻ SQL ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം. ഇപ്പോൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആവട്ടെ, സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി ആവട്ടെ, അങ്ങനെ എന്തും നമ്മൾ ഓരോരോ വൾനറബിലിറ്റി പഠിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഹണ്ട് ചെയ്യുക, അതിനുശേഷം അടുത്ത വൾനറബിലിറ്റി പഠിക്കുക. ഇത് ഓരോന്നോരോന്ന് പഠിച്ചു വരുമ്പോൾ നമുക്കിതിൽ വളരെ ഡെപ്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എങ്ങനെയാണ് ഇത് ബാക്ക് എൻഡിൽ വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഇവർ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ബഗ് ബൗണ്ടി ചെയ്യാൻ വേണ്ടി ഒരു യൂണീക്കായിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, വൾനറബിലിറ്റി പഠിക്കുമ്പോൾ ഏത് ഫങ്ഷനാലിറ്റിയിലൊക്കെയാണ് ഇത് വൾനറബിൾ ആവുന്നതെന്ന് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് വെബ്സൈറ്റിൽ ശരിക്കും മണിക്കൂറുകൾ ഇരുന്ന് നമ്മൾ അതിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റി കൂടെയും കടന്നു പോവുക. വെബ്സൈറ്റിൻ്റെ ഓരോ സെക്ഷനിലും എന്തൊക്കെയുണ്ട്, ലൈക്ക് ഒരു ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സൈറ്റ് ആണെങ്കിൽ കാർട്ടിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക, അത് ബൈ ചെയ്യുന്നവരെ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ല വേറെ എന്തൊക്കെ ഫങ്ഷനാലിറ്റി ഉണ്ടെന്ന് കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് എവിടെയൊക്കെ നമ്മൾ ഈ പഠിച്ച ബഗ്ഗിൻ്റെ ഇമ്പാക്റ്റ് വരുമെന്ന് നോക്കുക, എന്നിട്ട് ഹണ്ട് ചെയ്യുക. സോ വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. കുറേ നേരം ഇരുന്നിട്ടും ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ ഇരുന്നാലും നിങ്ങൾക്കൊന്നും കിട്ടാതെ ബേൺ ഔട്ട് ആവും. സോ ബേൺ ഔട്ട് ആകുമ്പോൾ എണീറ്റ് പോവുക, എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിരിക്കുക. എപ്പോഴും ഓർക്കേണ്ട കാര്യം കൺസിസ്റ്റൻസി ഈസ് ദ കീ. സോ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്കിതിലെ സ്കില്ല് വളർത്താനും ഒരു ബൗണ്ടിയിലോട്ട് എത്താനും പറ്റൂ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ടാർഗറ്റ്സിനെ പറ്റിയും കൂടെയാണ് നമ്മൾ പറയാനുള്ളത്. യൂണീക്ക് ടാർഗറ്റ്സിനെ കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതിൻ്റെ മലയാളം വേർഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്കിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ചെയ്യുക. സോ ഓൾവേസ് റിമെമ്പർ, കൺസിസ്റ്റൻസി ഈസ് ദ കീ ആൻഡ് ഹാപ്പി ഹണ്ടിങ്.